വളരെയധികം സന്തോഷം. കാരണം എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും എനിക്ക് പേഴ്സണലി ഇമോഷണലി കണക്ട് ആയ ഒരു പടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ല ആ ഫീലായിരുന്നു സന്തോഷം. നിങ്ങൾ കണ്ടിട്ട് പറയുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റായി പടം. സ്പോയിലർ ആവുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ട് പറ. നല്ല രീതിയിൽ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവുന്ന പടമാണ്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് ദിസ് മൂവി. അവരുടെ വിന്നിംഗ് സ്ട്രൈക്കിൽ ഞാനൊരു പാർട്ടായതിൽ ഒത്തിരിയധികം സന്തോഷം. സ്പോയിലർ ആവുന്നില്ല. താങ്ക് യു. ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. പിന്നെ സന്തോഷമുണ്ട്. പിന്നെ അടിപൊളിയല്ലേ. നമ്മൾ ഓൾറെഡി പെർഫോമൻസ്, ആസിഫയുടെ പെർഫോമൻസ് ഇപ്പം മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സമയമാണ്. പിന്നെ ആസിഫയെ നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. അപ്പം ഈ സമയത്ത് ഈ ഒരു പരിപാടി ഇതിലാണെങ്കിൽ കിട്ടുന്ന പെർഫോമൻസ് ആണ്. അടിപൊളിയാണ്, ഹാപ്പിയാണ്. എങ്ങനെ എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുള്ള എൻ്റെ കാര്യം. എല്ലാവരും പെർഫോം ചെയ്തോളാം. കാരണം എല്ലാവരും ക്യാരക്ടേഴ്സും അവർ കറക്റ്റായി ഡീൽ ചെയ്തു, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഈ സിനിമയിൽ സൂപ്പറാണ്. പടം എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു ഗൈസ്. എനിക്കിത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഒരു സിനിമയിൽ തന്നെ 2 ജനറേഷൻസ് കാണിക്കാൻ പറ്റി. ചാലഞ്ചിങ് ആയിരുന്നു. ഇനി അത് എത്ര സക്സസ്ഫുൾ ആണെന്നത് ഓഡിയൻസ് പറയണം. നിങ്ങളെല്ലാവരും അത് നോക്കിയിട്ട് പറയണം. അതെ, പക്ഷെ മമ്മൂക്കനെ ഞാൻ കണ്ടിയെടുത്ത് ഇല്ല. ഞാൻ മമ്മൂക്കോട് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെ പറ്റിയാണ് പറഞ്ഞത്. ലൈക്ക് മമ്മൂക്കനെ ഐ സോ പേഴ്സണലി ബിക്കോസ് ഐ ഡിഡ് എ പ്രോജക്റ്റ് വിത്ത് മമ്മൂക്ക ഇപ്പോൾ റീസെൻ്റ്ലി. സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നുണ്ടെന്ന്, പക്ഷെ അത് ആക്ച്വലി ലൈഫിൽ നടന്നുകയും ചെയ്തു. എന്തോ I am happy and proud that I am a part of his project as well. Obviously, Asifന്റെ കൂടെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തത് I am also proud of the moment. നല്ല ഒതുക്കമുള്ള സ്ക്രിപ്റ്റിൻ്റെ ബലം അതിശക്തമാണ്. പിന്നെ മേക്കിങ്ങും അതിനനുസരിച്ചുള്ള മേക്കിങ്ങും സംവിധായകൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ആസിഫിൻ്റെയൊക്കെ വളരെ മിതത്വമുള്ള അഭിനയം, അത് നല്ല മൂർച്ചയുണ്ട്. ഏറ്റവും പ്രധാനം ഈ സ്ക്രിപ്റ്റിൻ്റെ സമീപനമാണ്. നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നൊന്നും അറിയാൻ കഴിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ വളരെ മനോഹരമാണ്, ശക്തമാണ്, നന്നായി തന്നെ പോകും. നല്ല പടമാണ്. എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ് പടം കണ്ടിട്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയാണ്. കുറച്ച് സ്ലോ പേസിൽ പോകുന്നൊരു പടമാണ്, പക്ഷേ നല്ല കുറച്ച് പെർഫോമൻസും നല്ലൊരു തിരക്കഥയായിട്ട് തോന്നി. ഒരു സ്ലോ പേസിൽ പോകുന്നൊരു ഇൻവെസ്റ്റിഗേഷനാണ്, പക്ഷേ അത് ഒരു തവണ തിയേറ്ററിൽ വന്ന് കാണാനുള്ളൊരു വകുപ്പുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. പെർഫോമൻസും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും എഡിറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മൂവിയാണ്, സൂപ്പറായിട്ട് മസ്റ്റ് വാച്ചബിളാണ്, തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. ആസിഫിൻ്റെ ഒരു 25ൻ്റെ തുടക്കം തന്നെ ആസിഫിക പൊളിച്ചു. സാധാരണക്കാരിലോട്ട് ഇറങ്ങി വന്ന നന്മയുടെ ഒരു പ്രതീകമായിട്ട് മാറി. അതാ പറഞ്ഞേ, ആസിഫ് നല്ലതായിട്ട്. കാരണം നമ്മൾ സാധാരണക്കാരിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നൊരു നന്മയുടെ പ്രതീകമായിട്ടൊരു പോലീസുകാരനായിട്ട് വരിക എന്ന് പറയുമ്പോൾ അതെന്താണേലും അറിയാമല്ലോ, ജനങ്ങൾ ഏറ്റെടുക്കുക. എനിക്ക് പടം ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് തോന്നി. ഒരു വലിയൊരു സിനിമയല്ല, ഒരു വലിയ കുറേ ത്രില്ലിങ്ങുള്ള സസ്പെൻസുള്ള പടമൊന്നും അല്ലെങ്കിലും നല്ലൊരു വാച്ച് തന്നെയാണ് ഈ രേഖാചിത്രം. മെയിനായിട്ട് ഒരു ക്രൈം നടന്നപ്പോൾ ക്രൈമിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീം എങ്ങനെ എത്തുന്നു, ആ വില്ലനിലേക്ക് എങ്ങനെ എത്തുന്നു എന്നാണ് സിനിമ കാണിക്കുന്നത്. അല്ലാതെ വലിയ സസ്പെൻസോ അല്ലെങ്കിൽ കുറേ മിസ്റ്ററി അതൊന്നുമില്ല പടത്തിൽ. ഒരു അന്വേഷിപ്പം കണ്ടെത്തുമല്ല നമ്മൾ കണ്ട പോലെ ആ ഒരു സ്റ്റൈലുള്ള ഒരു മേക്കിംഗ് ആണ്. പിന്നെ ഒരു പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ. കാതോട് കാതോരം എന്ന സിനിമയുടെ ബാക്ക് ഡ്രോപ്പ് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ ടെക്നിക്കൽ സൈഡും പിന്നെ ആ പഴയ കാലഘട്ടം കാണിക്കുന്നതും എല്ലാം വളരെ മികച്ചു നിന്നു. പെർഫോമൻസ് വൈസ് ആയാലും മെയിനായിട്ട് സിനിമ അനശ്വര ചെയ്ത ആ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറും ആ ഒരു അഭിനയവും എല്ലാം മികച്ചു നിന്നു പടത്തിന്. അതുകൊണ്ട് പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു പടം കണ്ടൊരു ഫീലിൽ ഇറങ്ങി വരാൻ സാധിക്കും. വലിയൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ച് പോയാൽ ചിലപ്പോൾ ഒരു ആവറേജ് പടമായിട്ടും തോന്നും. ത്രില്ലർ, നമ്മുടെ കിഷ്കിന്ധകാണ്ഡം കണ്ട പോലെ ഒരു ക്രൈം ത്രില്ലർ കണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ നമുക്കൊരു ലാഗുമില്ലാതെ ഒരു പഴയൊരു കാതോടെന്ന് പറഞ്ഞ പടത്തിന് റെഫർ ചെയ്ത് ഒരു അടിപൊളി ക്രൈം ത്രില്ലർ ഇറക്കിയിരിക്കുകയാണ്. നമുക്ക് ഒരു കുറ്റവും പറയാനില്ല, ആദ്യം തൊട്ട് അവസാനം വരെ. അതായത്
ആസിഫലി നിറഞ്ഞാടുകയാണ്. ആസിഫിലോട് അത്രയും തന്നെ നമ്മുടെ അനുസരയും അടിപൊളി ഡെപ്തുള്ള റോൾ ആദ്യം മുതൽ അവസാനം വരെ ആസിഫിലൂടെ അതേ റോള് തന്നെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. കിടിലം പടം എന്ന് വെച്ചാൽ നമ്മുടെ ഭരതേട്ടനെയും ലുണുവിനും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന് ജഗദീഷിനെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നൊരു നല്ലൊരു റെഫർ ചെയ്ത് നല്ല പഠിച്ച് ഇറക്കിയൊരു പടം. ക്രൈം ത്രില്ലർ. അടുത്ത കിഷ്കിന്ത കാണ്ടം. ആസിഫ് അലിയുടെ സമയം ക്ലിയർ. സിനിമയ്ക്കകത്തുള്ള സിനിമയായിട്ട് ഫീൽ ചെയ്തു. ഒബ്വിയസ്ലി ആണല്ലോ. ഇങ്ങനെ നടന്നിട്ടുണ്ടാവും. നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് സ്ക്രിപ്റ്റ് റൈറ്ററിനോട് തന്നെ ചോദിക്കണം. അതെ ഒരു മിസ്റ്ററിയാണ് അത്. അത് നമ്മൾ ആക്ച്വലി ആലോചിച്ച് വളരെ ചലഞ്ചിങ് ആയ ക്യാരക്ടറാണ്. നല്ല ക്യാരക്ടർ. സൂപ്പർ അല്ലേ? പടം അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. അമേസിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഞാനിതിൻ്റെ ഒരു ഭാഗമാണ്. അതിലൊരുപാട് ഹാപ്പി. പിന്നെ സിനിമ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ശരിക്കും സിനിമ കണ്ടപ്പോഴാണ് ഇതിങ്ങനെയാണ് ആയിരുന്നത് എന്ന് അറിയുന്നത്. ആക്ച്വലി നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. മലയാള സിനിമയെ ഓരോ ഡയറക്ടറും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഒരു കലാമൂല്യമുള്ള സിനിമ ഇത്. ഈ പടത്തിൻ്റെ പറയുന്നതാണെങ്കിൽ പഴയ കാലഘട്ടം കാണിക്കുന്നതിൽ ഓരോ കോസ്റ്റ്യൂമും ഓരോ ഫ്രെയിമും അതേപടി തന്നെ നിലനിർത്തി 2 കാലഘട്ടങ്ങളിലായിട്ട് എടുത്ത ഈ ചിത്രം ജോഫിൻ ടി ചാക്കോ എന്ന ഡയറക്ടർ അതിമനോഹരമായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കഥാകൃത്ത് അഭിനന്ദനാർഹം. കാരണം അത്രയ്ക്ക് ഓരോ വരികളും അദ്ദേഹം എഴുതിയേക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി മലയാള സിനിമയെ ലോക നെറുകയിൽ ഉയർത്തും എന്നുള്ള യാതൊരു സംശയമില്ല. പിന്നെ ആസിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടർന്ന് എല്ലാം പൊന്നാക്കുന്ന ഈ മനുഷ്യൻ മമ്മൂക്കയെ പോലെ ആസിഫിക്കെ ഇപ്പം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും അതിശക്തമായ ഒരു പോലീസ് കഥാപാത്രം. എന്തായാലും ഇതിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും അതിമനോഹരം. കാസ്റ്റിംഗ് അടിപൊളി. അതിനാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ നമ്മുടെ ഭരതേട്ടനെ കാണാൻ പറ്റി, കമൽ സാറിനെ കാണാൻ പറ്റി, ജോൺസൺ മാഷിനെ പുള്ളിനെ കാണാൻ പറ്റി. അങ്ങനെ പഴയ കാലഘട്ടത്തിലുള്ള എല്ലാ നടന്മാരും നമുക്ക് ഇതിലൂടെ ഈ അപരവാളികളിൽ തിരശ്ശീലയിൽ കാണിക്കാൻ സാധിച്ചു. അതിന് ജോഫിൻ ടി ചാക്കോ എന്ന ഡയറക്ടറിന് അഭിനന്ദനങ്ങൾ. എന്തായാലും നല്ലൊരു കലാമൂല്യമുള്ളൊരു സിനിമയാണ്. രേഖാചിത്രം കണ്ടിറങ്ങിയതേ ഉള്ളൂ. നല്ല പടമാണ്. ഇതിൻ്റെ അകത്ത് രേഖാചിത്രം ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. നല്ല പടമാണ്. നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവരെ കാണാനും സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുക. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യും. മൊത്തത്തിലുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നമുക്കും ഒത്തിരി സന്തോഷം കിട്ടി. അപ്പോൾ പടവും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറി, സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ ഡയറക്ഷൻ എല്ലാം കൊണ്ടും വളരെ നന്നായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ലിജു എസ് വിളിച്ചൊരുവല്ല, ഒരു KG ജോർജ് സ്റ്റൈലാകാണ്. ഒരു ക്ലാസിക് ഫിലിം. ക്ലാസ് പടം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്ലാസ് പടം വന്നിട്ട് കുറേ നാളായിട്ട് ഇങ്ങനത്തെ ക്ലാസ് പടം ഉണ്ടായിട്ടില്ല. എന്തായാലും മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്. ആസിഫ് അലിയെ കാണുമ്പോൾ എനിക്ക് മമ്മൂട്ടിയാണ് ഓർമ്മ വരുന്നത്. കാരണം മമ്മൂട്ടി ഒരു താരത്തെക്കാൾ മികച്ച നടനാണ്. അപ്പോൾ ഇതിൽ പുള്ളി സൂപ്പർ സ്റ്റാർ അല്ല ആവുന്നു, സൂപ്പർ നടനായിക്കൊണ്ടിരിക്കുകയാണ് ആസിഫ് അലി. പിന്നെ അനശ്വരമായിട്ടുള്ള അനശ്വരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആ സ്റ്റൈൽ ആക്ടിങ് ആവും. നാച്ചുറൽ ആക്ടിങ്. ഏത് ആക്ടർ പറഞ്ഞാൽ ഭയങ്കര ആക്ടിങ് ആണ്. ആ മൊമെൻറ്റിൽ മാത്രം അഭിനയിക്കുന്നത്. ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ ഉർവശി മാഡത്തെ പോലെയാണ്. എന്തായാലും എല്ലാ തിയേറ്ററിൽ കാണും. മനോജ് ജയനാണ് റോൾ കിട്ടിയിട്ടുണ്ട്, ഒരു നൈറ്റി റോള്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്, ഒരു യവനികല പോലെ. ഇങ്ങനത്തെ മലയാള സിനിമയുടെ മികച്ചൊരു 10 പടം പടമായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. മസ്റ്റ് വാച്ച് മൂവിയാണ്. യാതൊരു ലാഗും ഞാൻ കാണുന്നില്ല. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. തിയേറ്ററിൽ എല്ലാവരും പോയി കാണും. മസ്റ്റ് വാച്ച് മൂവിയാണ്. നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. ഞാൻ ഈ സ്ക്രിപ്റ്റിൽ 2 ജനറേഷൻസ് ഉള്ളവർക്ക് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാർഡ് വർക്ക് ഐ ഹാവ് ഡൺ. ഇനി ബാക്കി പ്രേക്ഷകർക്ക് കണ്ടിട്ട് വേണം ബാക്കിയിട്ട് അറിയാൻ. പ്രായമായാലും എങ്ങനെയായിരിക്കുന്നു ഇതിലും കൂടി കാണാമല്ലേ? അത്രയ്ക്ക് വലിയ ചോദ്യം വേണ്ട.